നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കുട്ടനാട്ടിലെ അതിപ്രശസ്തമായ ഈര ലൂർദ്മാത പള്ളിയിലാണുള്ളത്. കർഷക മാതാവിന്റെ പെരുന്നാളാണ് ഇവിടെ ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. കർഷക മാതാവ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അതിശയം തോന്നാം. കർഷക മാതാവ് എന്ത്, കർഷക മാതാവ് ആര് എന്നൊക്കെ നമുക്ക് തോന്നാം. പാറ മാതാവ്, വേളാങ്കണ്ണി മാതാവ്, അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ കർഷക മാതാവ് എന്ന് ആദ്യമായിട്ടായിരിക്കും നിങ്ങളും കേട്ടിട്ടുള്ളത്. കർഷക മാതാവിന്റെ തിരുനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടനാട് പ്രദേശമായതുകൊണ്ട് തന്നെ കർഷക മാതാവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടവക ജനങ്ങളുടെയും അതുപോലെ തന്നെ ഇടവക വികാരിയുടെയും കൺസെപ്റ്റിൽ നിന്നുണ്ടായ ഒരു മാതാവാണ്. കർഷക മാതാവ് ജനിക്കാനുണ്ടായ സാഹചര്യം അത് വ്യക്തമാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ. ഈ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കുട്ടനാട്ടിലെ കൃഷി അതുപോലെ തന്നെ ലാഭം ഉണ്ടാകാം, നഷ്ടം ഉണ്ടാകാം, എന്ത് സംഭവിക്കാം. ആ ഒരു വർഷത്തെ ഇവരുടെ കഷ്ടപ്പാടും ബാധ്യതയും കടബാധ്യതയും അതുപോലെ തന്നെ ആത്മഹത്യയുടെ വക്കിൽ നിന്നും ഒക്കെ മോചിപ്പിച്ചത് ഈ മാതാവാണ്. അതുകൊണ്ടാണ് ഈ മാതാവിന് ഇവിടെ ഉണ്ടായ ജനനത്തിലുണ്ടായ സാഹചര്യം. അതുപോലെ തന്നെ കർഷക മാതാവിന്റെ പെരുന്നാളെന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ കർഷകർക്ക് വേണ്ടി ഒരു മാതാവ്. അതാണ് എല്ലാത്തരം മൃഗങ്ങൾ, പക്ഷിമൃഗാദികൾ, ഇഴജന്തുക്കൾ ഇതെല്ലാം ഇവിടെ സുരക്ഷിതമാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. കർഷക മാതാവിന്റെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഈ പള്ളിയുടെ വികാരിയായ ഫാദർ ഷാജി തുമ്പച്ചേരലിനെ നമുക്ക് സമീപിക്കാം. പെരുന്നാളിനെ കുറിച്ച് അച്ഛന് പറയാനുള്ളത് കർഷക മാതാവിന്റെ പെരുന്നാളിനെ കുറിച്ച് പറയാനുള്ളത് മലങ്കര സഭയിൽ കതിരികളുടെ നാഥ എന്നൊരു പേരിലും പറഞ്ഞ് അറിയപ്പെടുന്നുണ്ട്. കർഷക മാതാവിന്റെ തിരുനാളിനെ കുറിച്ച് പറയാനുള്ളത് ചിന്നു, കർഷകർക്ക് ഒരു അമ്മയായിട്ട് മറിയത്തെ ലുത്തീനിയയിൽ ഒരിടത്തും കാണുന്നില്ല. പാപികളുടെ സങ്കേതമേ, രോഗികളുടെ ആശ്വാസമേ എന്നെല്ലാം ഉണ്ട്. കർഷകർക്ക് ഒരു ആശ്രയമായിട്ട് ഒരിടത്തും മറിയത്തെ, പീഡിതരുടെ സങ്കേതമേ, രോഗികളുടെ ആശ്വാസമേ, യാകുലന്മാരുടെ, ഇങ്ങനെ ഇഷ്ടംപോലെ ലുത്തീനിയയിലുണ്ട്. കർഷകർ ഒരു അനാഥരായിട്ട് തോന്നി. അപ്പം അങ്ങനെ ലഭിച്ചൊരാശയമാണ് കർഷകരുടെ അമ്മ. അച്ഛൻ തീർച്ചയായും അച്ഛൻ കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഒരു കർഷകരുടെ മാതാവെന്നും കർഷക മാതാവിന്റെ പെരുന്നാളെന്നും ഒരു സങ്കല്പം ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നത്? മനഃപൂർവ്വം അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അത് കാണുമായിരിക്കും. കാരണം നല്ല കർഷകന്റെ കഷ്ടപ്പാടും പിന്നെ നമ്മുടെ കുട്ടനാട് മുഴുവൻ നെൽകൃഷിയിലാണല്ലോ. അപ്പം കർഷകരുടെ കഷ്ടപ്പാടും അവരുടെ നന്മയും ഒക്കെ കണ്ടതുകൊണ്ടായിരിക്കും നമ്മൾ കഴിക്കുന്ന ചോറാണല്ലോ, നെല്ലിന്റെ പോളിഷ്ഡ് ഫോമാണ്. അതുകൊണ്ടായിരിക്കാം ഈ ചിന്ത വന്നത്. പക്ഷെ ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഈ പള്ളിയുടെ ഈ സ്ഥലത്ത് വെച്ചൊക്കെ നിൽക്കുമ്പം ഒരിക്കലും ഉണ്ടായ ഒരു ചിന്തയാണ് പ്രദേശത്തിന്റെ അമ്മ, മഴവില്ലിന്റെ അമ്മ, കർഷകരുടെ അമ്മ എന്നിങ്ങനെ ചിന്ത വന്നു. അച്ഛൻ അവസാനമായിട്ട് ലാസ്റ്റ് നമ്മള് പള്ളിക്ക് വേണ്ടി എഴുതിയൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊന്ന് ഇരയെന്ന ഇരയെന്ന ദേശത്ത് ദിവ്യയാലയം ലോകനാഥ നാമത്തിൻ പുണ്യമേറ്റുവാൻ മാതാവേ നിന്നുണ്ടേ നിൻ മക്കൾ ചേർന്നിടുന്നു, നിന്റെ കണ്ണിലെ സ്വരൂപം കണ്ടു വാഴ്ത്തുന്നു. ഇരയെന്ന ദേശത്ത് ദിവ്യാലയം ലൂർദ് മാതാനാമത്തിൻ പുണ്യമേറ്റുവാൻ മാതാവേ നിന്നുണ്ടേ നിൻ മക്കൾ ചേർന്നിടുന്നു, നിന്റെ കണ്ണിലെ സ്വരൂപം കണ്ടു വാഴ്ത്തുവാൻ. ഇരയെന്ന ദേശത്ത് ദിവ്യാലയം ലൂർദ് മാതാനാമത്തിൻ പുണ്യമേറ്റുവാൻ. ക്യാമറാമാൻ മാത്യുവിനോടൊപ്പം ടിനു. അമേസിംഗ് എക്കോ ഫ്രണ്ട്ലി ചർച്ച് ഇൻ ദ വേൾഡ്. ഭൂമിയിൽ കണ്ടിരിക്കേണ്ട അപൂർവ വിശുദ്ധ സ്ഥലങ്ങളിൽ ഒന്ന്. സ്വാഗതം.